ഇന്ന് കുറച്ച് അധികം നെത്തോലി കിട്ടി കേട്ടോ. അപ്പോൾ എന്തായാലും പീര വെക്കാൻ തന്നെ തീരുമാനിച്ചു. പീരയെന്ന് പറയും, ചില സ്ഥലങ്ങളിൽ നെത്തോലി തോരൻ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ പച്ചമുളകും നല്ല കൊച്ചുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടിയിട്ട് നല്ലോണം അമ്മിക്കല്ലയിൽ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് ചതച്ചെടുത്തു. ഇത് അരഞ്ഞു പോവേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചതഞ്ഞാൽ മതിയേ. ടേസ്റ്റിന് വേണ്ടിയിട്ട് ഒരല്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ നെത്തോലി ഇതേ കഴുകി റെഡിയാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇങ്ങനെ തോരൻ, അവിയൽ ഇതിനൊക്കെ ഞങ്ങൾ മിക്സിയിൽ അരയ്ക്കാറില്ല, കല്ലാണ് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കഴുകി വൃത്തിയാക്കിയ നെത്തോലി പീരയിലേക്ക് ഈ കൂട്ട് സമാസമം ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. നമുക്ക് പുളിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു 2-3 കഷ്ണം കുടംപുളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു. ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കുറച്ച് വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പീരയ്ക്ക് ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ